ഞങ്ങളെ എച്ച് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, എച്ച് കൂട്ടാൻ പാടില്ല. നമസ്കാരം, ഞാൻ അനൂപ് ചന്ദ്രൻ. ഇനി നമ്മുടെ സ്വകാര്യ ബസ് സംഘടനാ നേതാക്കളും സർക്കാരുമായിട്ടുള്ളൊരു ഒത്തുകളിയുടെ ഭാഗമാണ് ബസ് ചാർജ് കൂട്ടണം എന്ന് പറയുന്നത്. സാധാരണ സ്വകാര്യ ബസ്സിൽ ചാർജ് കൂട്ടുന്ന സമയത്ത് KSRTCയിലും ആനുപാതികമായി കൂട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ KSRTC സമരം ചെയ്യുന്നുണ്ടോ? ഇല്ല. സർക്കാർ സ്വകാര്യ ബസ് സംഘടനകളുടെ നേതാക്കളുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിന്റെ ബലമാണ് ഇതെന്ന് ആരും തിരിച്ചറിയുന്നില്ല. സർക്കാർ കോടികളാണ് വിദ്യാർത്ഥി കൺസെഷൻ നൽകുന്നു എന്ന് പറഞ്ഞ് KSRTC സർക്കാരിന് കാണിക്കുന്നു. ഞങ്ങൾ ഇത്ര വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ കൺസെഷൻ നൽകുന്നു എന്ന് KSRTC സർക്കാരിനെ ധരിപ്പിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടികളാണ് കേരള സർക്കാർ KSRTCക്ക് വേണ്ടി കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് സർക്കാരിന് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും തന്നെ കിട്ടുന്നില്ല. ഇനി കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് ഗാരേജ് മേഖല മുമ്പോട്ട് വരണമെങ്കിൽ റോബിൻ ഗിരീഷിനെ പോലുള്ള ആൾക്കാരെ ഇതിന്റെ മുന്നിൽ മുമ്പിൽ കൊണ്ടുവന്ന് നല്ലൊരു നേതൃത്വ ഗുണവും കഴിവുള്ളവന്മാര് ഇതിലേക്ക് വരാത്തിടത്തോളം കാലം ഈ പ്രസ്ഥാനം മുകളിലേക്കല്ല താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചാൽ ജോലി കിട്ടും, പക്ഷെങ്കിൽ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും ഓഫ് കോഴ്സ് അതിന്റെ ഫീസ് ആണ് വിഷയം. മദർ തെരേസയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. 100% സ്കോളർഷിപ്പിലൂടെ നഴ്സിംഗ് അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. മദർ തെരേസ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രിവാൻഡ്രം.